ഹായ്, ഇന്ന് നമ്മൾ തുടങ്ങുകയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്, ഒരു സെക്ഷനാണ് നമ്മൾ ഫിസിക്സ് +2 നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഇതിനകത്ത് വരുന്ന ഒരു ചെറിയ ഭാഗമാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതിനു മുൻപേ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയാം? ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജസിനെ കുറിച്ചുള്ള പഠനമാണ്. ഇലക്ട്രിക് ചാർജസ് എങ്ങനെ റെസ്റ്റിലായിരിക്കും, നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഇലക്ട്രിക് ചാർജസിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടോ അതെല്ലാമാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. ഓക്കെ, സോ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് വെച്ചാൽ നമ്മൾ പറയും ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് വാട്ട്? സ്റ്റഡി ഓഫ് ഇലക്ട്രിക് ചാർജസ് at rest. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റെസ്റ്റിലിരിക്കുന്ന ഇലക്ട്രിക് ചാർജസിനെ കുറിച്ചുള്ള പഠനമാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതിൽ തന്നെ നമുക്ക് രണ്ട് സെക്ഷനുണ്ട്. രണ്ട് ചാപ്റ്റർ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. രണ്ട് സെക്ഷനുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ചാപ്റ്റർ 1. എന്താണ് ചാപ്റ്റർ 1? ചാപ്റ്റർ 1ന്റെ പേര് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയണം എന്താണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയണം. എന്നാലേ നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് ചില പരീക്ഷണങ്ങളാണ്. സിമ്പിളായിട്ടുള്ള ചില പരീക്ഷണങ്ങൾ. ആ പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ് ചാർജ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥം, ഇതൊക്കെയാണ് നമ്മളതിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഏതാനും പരീക്ഷണങ്ങൾ ഞാൻ പറയാം. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള പരീക്ഷണങ്ങൾ മാത്രമല്ല, മുൻ ക്ലാസ്സുകളിലൊക്കെ മറ്റു ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ഫെമിലിയർ ആയിട്ടുള്ള ചില പരീക്ഷണങ്ങൾ ഞാൻ പറയാം. അതായത് ഇപ്പം നമ്മൾ ഡ്രൈ ആയിരിക്കുന്ന നമ്മുടെ തലമുടിയിൽ സാധാ സ്കെയിലില്ലേ, പ്ലാസ്റ്റിക് സ്കെയിൽ, ഇത് നന്നായിട്ട് ഉരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ കയ്യിൽ ചെറിയ പേപ്പറിൻ്റെ പീസസ് വെച്ചിട്ട് ഈ എന്താ പറയുക തലയിൽ ഉരച്ചിട്ടുള്ള മുടിയിൽ ഉരച്ചിട്ടുള്ള ആ സ്കെയില് ജസ്റ്റ് ഇതിൻ്റെ അടുത്ത് വെക്കുക. അപ്പോൾ ഈ എന്താ പറയുക കടലാസ് കഷ്ണത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണും, ആകർഷിക്കും. ഓക്കെ, ഇത് ചെയ്തു പോകാം. ഇങ്ങനെ തലയിൽ ഉരസുന്നതിന് മുൻപേ ഈ സ്കെയിലിന് ഇങ്ങനെ ഒരു അട്രാക്ട് ചെയ്യുന്ന പ്രോപ്പർട്ടി ഇല്ല. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ കടലാസ് കഷ്ണം അതിലേക്ക് ആകർഷിക്കില്ല എന്നർത്ഥം. അതൊന്ന്. പിന്നെ ഗ്ലാസ് റോഡ് എടുക്കുക. ഗ്ലാസ് റോഡ് എടുത്തതിന് ശേഷം സാധാരണ ഗ്ലാസ് റോഡ് എടുത്തിട്ട് സിൽക്ക് തുണി ഉണ്ടല്ലോ, സിൽക്ക് തുണിയുമായിട്ട് ഈ ഗ്ലാസ് റോഡ് നന്നായിട്ട് റബ്ബ് ചെയ്യുക. അതായത് ഇതിപ്പോൾ ഒരു ഗ്ലാസ് റോഡാണ്, ഇതൊരു സിൽക്കിന്റെ ക്ലോത്താണ്. ഇത് നന്നായിട്ട് ഉരച്ചതിന് ശേഷം ഈ ഗ്ലാസ് റോഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ പേപ്പർ പീസസിലേക്ക് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പർ പീസ് ഈ ഗ്ലാസ് റോഡിലേക്ക് ആകർഷിക്കുന്നതായിട്ട് കാണും. ഉരസുന്നതിന് മുൻപ് വരെ ഗ്ലാസ് റോഡിന് ഇങ്ങനെ ഈ പേപ്പർ പീസിന് അട്രാക്ട് ചെയ്യാൻ കഴിവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഉരസിയതിന് ശേഷം ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി, ആകർഷിക്കാനുള്ള ഒരു കഴിവ് വന്നതായിട്ട് കാണും. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഈ ഉരസിയതിന് ശേഷം ഈ ഗ്ലാസ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നത്? നമ്മൾ നേരത്തെ തലയിൽ ഉരസിയിട്ടുള്ള ആ സ്കെയിലിന് എങ്ങനെ ഒരു പ്രോപ്പർട്ടി കിട്ടാനുള്ള കാരണം എന്താണ്? ഓക്കെ, പിന്നീടുള്ള പഠനങ്ങളിലൂടെ മനസ്സിലാക്കി ഇങ്ങനെ റബ്ബ് ചെയ്യുന്നത് വഴി, ഉരസുന്നത് വഴി
ഈ വസ്തുവിന്, ഈ ഗ്ലാസ് റോഡിന് എന്ത് ഒരു ചാർജ് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. ചാർജ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു, ഇലക്ട്രിഫൈ ചെയ്യപ്പെട്ടു. ഓക്കെ, അങ്ങനെ ഉണ്ടാവുന്ന ഇലക്ട്രിസിറ്റിയാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഫ്രിക്ഷൻ അറിയില്ലേ, എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, എങ്ങനെയാണ് ഇത് ചാർജ് ചെയ്യപ്പെട്ടത് അതിൽ പറയാം. ഓക്കെ, ഇതിങ്ങനെ ഉരസുന്നത് വഴി എന്താ സംഭവിക്കുന്നത്? ഈ സിൽക്കും ഗ്ലാസ് നമ്മളിങ്ങനെ ഉരസുന്നത് വഴി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഏതാനും ഇലക്ട്രോൺസുകൾ ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഇതിൽ നിന്ന് ഇങ്ങോട്ട് ഇലക്ട്രോൺസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാലോ എന്തിന്റെ ബേസിക് ഒരു ആറ്റം. ഒരു ആറ്റത്തിനകത്ത് എന്തൊക്കെയുള്ള ആറ്റത്തിന്റെ കോൺഫിഗറേഷൻ എങ്ങനെയാ? ഒരു ആറ്റത്തിന്റെ സെൻട്രൽ കോറില് പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസ് അല്ലേ, അതിൽ ധാരാളം പ്രോട്ടോൺസ് ആണ്, അറിയാമോ? അതിന് ചുറ്റും ഉള്ള ഏതാനും ഷെല്ലുകളിലായിട്ട്, ഓർബിറ്റുകളിലായിട്ട് എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. ഇതൊക്കെ ഇലക്ട്രോൺസ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു 6 പ്രോട്ടോൺ ഇവിടെ കാണിച്ചു. അപ്പൊ അതിനനുസരിച്ച് ഞാൻ ഇവിടെ ഒരു 6 ഇലക്ട്രോണെയും കാണിച്ചിരിക്കുന്നു. അപ്പൊ ഇത് ഇലക്ട്രോൺ ആണ് ഇവിടെ. ഓക്കെ, പ്രോട്ടോൺസ്, പോസിറ്റീവ് ചാർജ് പ്രോട്ടോൺസ്, ഇത് ഇലക്ട്രോൺസ്. അപ്പൊ 6 എന്താ പറയാ ഇലക്ട്രോൺ ഉണ്ട്, 6 പ്രോട്ടോൺ ഉണ്ട്. അപ്പോൾ ടോട്ടൽ ചാർജ് എത്രയാ? 0. അപ്പോൾ ഒരു ആറ്റം എന്ന് പറയുന്നത്, ചാർജ് എന്ന് പറയുന്നത് മൊത്തത്തിൽ പറഞ്ഞാൽ 0. അതേപോലെ ഗ്ലാസിന് മൊത്തത്തിൽ 0 ആണ് ചാർജ് എന്ന് വിചാരിക്കും. അപ്പോൾ ഇനി എങ്ങനെയാണ് ഗ്ലാസിന് ചാർജ് കിട്ടിയെന്ന് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഈ ഗ്ലാസിനകത്ത് 1000 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കാം. അത്ര തന്നെ പ്രോട്ടോൺസും ഇതിനകത്തുണ്ട്. ഓക്കെ, പ്രോട്ടോൺസിന്റെ പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജ്. അപ്പൊ നെറ്റ് ചാർജ് എത്ര ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 നോക്കുക. അപ്പൊ ചാർജ് ഇല്ല അതിനകത്ത്. അതേപോലെ ഇതില് ഒരു 600 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കാം. അത്ര തന്നെ പ്രോട്ടോൺസും ഉണ്ട്. അപ്പൊ ഇതിന്റെ ചാർജ് എത്രയാണ്? 0. ഇതിനും അപ്പൊ രണ്ടിനും ചാർജ് 0 ആണ്. ഇനി ഇത് രണ്ടും തമ്മിൽ ഉരസുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഉരസുന്ന സമയത്ത് ട്രാൻസ്ഫർ നടക്കുന്നത് ഗ്ലാസ് റോഡിൽ നിന്നും ഇങ്ങോട്ടാണെന്ന് വിചാരിക്കാം. ഗ്ലാസ് റോഡിൽ നിന്നും സിൽക്കിലേക്ക് ഒരു 50 ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആയി, 50 ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആയി. അപ്പോ ഇതിന്റെ കൗണ്ടർ ഡിഫറൻസ് വന്നില്ലേ? അപ്പൊ എന്താ സംഭവിക്കുക? ഇതില് ഈ 1000 ഇലക്ട്രോൺസ് എന്ന് പറയുന്നതിൽ 50 എണ്ണം കുറഞ്ഞു, 600 ഇലക്ട്രോൺസ് എന്ന് പറയുന്നതിൽ 50 എണ്ണം കൂടി. എന്ന് വെച്ചാല് ഇതിനകത്ത് എത്ര വന്നു? 950 ഇലക്ട്രോൺസ് ആയി മാറി. 50 ഇലക്ട്രോൺ പോയില്ലേ അവിടെ. അതേസമയം 50 ഇലക്ട്രോൺ വന്ന സിൽക്കിനകത്ത് ചാർജ് 650 ഇലക്ട്രോൺസ് വന്നു. ഇപ്പൊ എത്ര ഗ്ലാസിന്റെ ചാർജ്? ഗ്ലാസിന്റെ ചാർജ് നമ്മൾ എഴുതും, ഇത് രണ്ടും ആഡ് ചെയ്യാം. ഗ്ലാസിന്റെ ചാർജ് Q1. അപ്പൊ ശ്രദ്ധിക്കുക, Q എന്ന് പറയുന്ന ലെറ്റർ ഒന്നുകിൽ ക്യാപിറ്റൽ ലെറ്റർ Q അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ Q എന്ന് പറയുന്നത് ഒരു ബോഡിയുടെ ചാർജിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് ക്യാപിറ്റൽ Q ഓർ സ്മോൾ Q. അപ്പോൾ ഈ ഗ്ലാസിന്റെ ചാർജ് Q1 ഈക്വൽ ടു രണ്ട് ആഡ് ചെയ്ത് എത്ര? +50 ഇലക്ട്രോൺസ്. അതെന്താന്ന് പറയാം? 50 ഇലക്ട്രോൺസ്. 50 ഇലക്ട്രോൺസ് ഇവിടെ കുറഞ്ഞു. അപ്പൊ ഇതിന്റെ ചാർജ് പോസിറ്റീവായി. അങ്ങനെ +50. അപ്പൊ ഇതിന്റെ ചാർജ് Q2 ഈക്വൽസ് ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ -50 ഇലക്ട്രോൺ. അപ്പൊ ഇവിടെ 50 ഇലക്ട്രോൺസ് വന്നത് കൊണ്ട് ഈ സിൽക്കിന് നെഗറ്റീവ് ചാർജും 50 ഇലക്ട്രോൺസ് നഷ്ടമായതുകൊണ്ട് ഈ ഗ്ലാസിന് പോസിറ്റീവ് ചാർജുമാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് വസ്തുവിനാണോ ഇലക്ട്രോൺസ് ലോസ് ആയി പോകുന്നത് ദാറ്റ് വിൽ ബി പോസിറ്റീവ്, ഏതാണോ ഗെയിൻ ചെയ്യുന്നത് ദാറ്റ് വിൽ ബി നെഗറ്റീവ്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇലക്ട്രിക് ചാർജസ് എത്ര തരത്തിലുണ്ട്. ക്യാൻ ബി ഓഫ് ടു ടൈപ്സ്, ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഈ ഇലക്ട്രിക് ചാർജസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ്. ആ ഇമ്പോർട്ടൻറ്റ് സെക്ഷനിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസും നമുക്ക് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? പ്രോപ്പർട്ടീസ് സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇലക്ട്രിക് ചാർജസ് എത്ര തരത്തിലുണ്ട്? രണ്ട് തരത്തിൽ. ഇലക്ട്രിക് ചാർജസ് ആർ മെയിൻലി ഓഫ് ടു ടൈപ്സ്. അപ്പോൾ ചാർജസ് ആർ മെയിൻലി ഓഫ് ടു ടൈപ്സ്. ഏതൊക്കെയാണെന്ന് പറയൂ. അറിയാലോ അല്ലേ? ക്യാൻ ബി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇതൊരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇനി രണ്ട് വസ്തുക്കളുടെ ചാർജുകൾ റെസ്പെക്റ്റീവായിട്ട്, ഒരു ബോഡിയുടെ ചാർജ് പോസിറ്റീവ്, മറ്റൊരു ബോഡിയുടെ ചാർജും പോസിറ്റീവ്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജുള്ള രണ്ട് വസ്തുക്കൾ നമ്മൾ അടുത്തടുത്ത് വെച്ചിരിക്കുകയാണ്. എന്താ സംഭവിക്കുക? അതേപോലെ രണ്ട് നെഗറ്റീവ് ചാർജുള്ള വസ്തുക്കളും ബോഡീസ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവ രണ്ടും തമ്മിൽ റിപ്പൽ ചെയ്യും. ഇത് ഇങ്ങോട്ട് പോകും, ഇത് ഇങ്ങോട്ട് പോകും. ഇതൊരു കേസാണ്, ഇത് വേറെ കേസാണ് കേട്ടോ. ഇനി മറ്റൊരു കേസിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ബോഡിയും നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു ബോഡിയും അടുത്തടുത്ത് വെച്ചു. എന്ന് വെച്ചാൽ അൺലൈക്ക് ചാർജസ് എന്ന് പറയും. ഇത് ലൈക്ക് ചാർജസ് ആണ്. രണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് രണ്ട് ലൈക്ക് ചാർജസ്, രണ്ട് പോസിറ്റീവ് ആയതുകൊണ്ട് അത് ലൈക്ക് ചാർജസ്. രണ്ട് അൺലൈക്ക് ചാർജസ് വെച്ചപ്പോൾ എന്താ സംഭവിക്കുക? സോ ദീസ് ടു ബോഡീസ് വിൽ അട്രാക്ട് ഈച്ച് അതർ. അപ്പോൾ അൺലൈക്ക് ചാർജസ് എന്ത് ചെയ്യുന്നു? റിപ്പൽ ചെയ്യുന്നു. സോറി, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്താ? ലൈക്ക് ചാർജസ് ആണ്, റിപ്പൽ ചെയ്യുന്നു. അതേസമയം അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യും. അത് നമ്മൾ മറ്റൊരു പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നു. എന്താണ്? ലൈക്ക് ചാർജസ് repel each other, while unlike charges ഒരുപോലെ അല്ലാത്തത് എന്ത് ചെയ്യുന്നു? അട്രാക്ട് ഈച്ച് അതർ. ഓക്കെ, രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഇനി അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ വരികയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടിയാണ്. അത് എക്സാമിന് ഇപ്പോൾ ചോദിക്കാറുള്ള വേറൊരു പ്രോപ്പർട്ടിയാണ്. അതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ് നമുക്ക് അങ്ങനെയാണ് പറയാം. എന്താണ് ക്വാണ്ടൈസേഷൻ എന്നുള്ള കാര്യം പറയാം. ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർക്കാൻ ഒരൊറ്റ ഇക്വേഷൻ ആലോചിച്ചാൽ എന്താണ് ഇക്വേഷൻ? ഞാൻ ഇക്വേഷൻ എഴുതാം. എന്താണ് നോക്കാം? എന്താ ഇക്വേഷൻ? ഏതൊരു വസ്തുവിന്റെയും ചാർജിനെ, ഇലക്ട്രിക് ചാർജിനെ, ക്യൂ എന്ന് പറയുന്ന ആ വസ്തുവിന്റെ ഇലക്ട്രിക് ചാർജ് ആണ് കേട്ടോ. ഏതൊരു വസ്തുവിന്റെ ചാർജിനെയും നമുക്ക് ഒന്നുകിൽ ചാർജ് പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും ഇൻടു എൻ ഇ. ഈ ഇക്വേഷൻ ആലോചിച്ചാണ്. എക്സാമ്പിൾ ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടോ? ഇത് എഴുതിയിരിക്കണം. ഇതിന്റെ മാർക്ക് ഉണ്ടായിരിക്കും. പ്ലസ് ഓ മൈനസ് എൻ. എന്താണിത്? എൻ. എൻ എന്ന് പറഞ്ഞാൽ n is an integer.
എന്ന് വെച്ചാൽ എന്നിന്റെ വാല്യൂസ് എന്തൊക്കെയാവാം 1 2 3 4 5. അപ്പോൾ നോക്കുക, ഇവിടെ തന്നെ നോക്കാം. ഈ ഗ്ലാസ് റോഡിന്റെ ചാർജ് എന്താ? ഗ്ലാസ് റോഡിന്റെ ചാർജ് Q1 എന്ന് പറയുന്നത് +50E ആണ്. സിൽക്കിന്റെ ചാർജ് എന്താ? Q2 എന്ന് പറയുന്നത് -50E. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. പ്ലസ് ആയിരിക്കാൻ ഒരു ബോഡിയുടെ ചാർജ്, അല്ലെങ്കിൽ മൈനസ് ആയിരിക്കും. ഈ നമ്പർ എന്ന് പറയുന്നത് ഇതേപോലെ ഒരു നമ്പർ ആണ്. ഈ നമ്പർ ഒരു പക്ഷെ മാറും, ഒരു പക്ഷെ നല്ല മാറിക്കൊണ്ടേയിരിക്കും. എത്രത്തോളം ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നു അതിനനുസരിച്ച് ഇലക്ട്രോൺ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ n എന്ന് പറയുന്ന ഒരു ഇന്റിജർ ആണ്. E എന്ന് പറയുന്നത് എന്താണ്? E എന്ന് പറയുന്നത് എന്താണ്? E എന്ന് പറയുന്നത് ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. അതിൽ നമ്മളിവിടെ പറയുന്നത് ഇലക്ട്രോൺ ഈസ് എ ബേസിക് യൂണിറ്റ് ചാർജ്. അപ്പൊ ഏതാണ് ഈ ബേസിക് യൂണിറ്റ് ചാർജ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇലക്ട്രോൺ ആണ് ബേസിക് യൂണിറ്റ് ചാർജ്. അപ്പൊ നോക്ക്, Q is equal to, so charge of any body can be represented as an integral multiple of a basic unit charge. ഇലക്ട്രോൺ എന്ന് പറയുന്ന ബേസിക് യൂണിറ്റ് ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ട് ഏതൊരു ബോഡിയുടെയും ചാർജസ് നമുക്ക് പറയാം. ഒരിക്കലും ഈ സ്ഥാനത്ത് n എന്ന് പറയുന്നത് ഇവിടെ 1 എന്നുള്ള ഒരു 1 പോയിന്റ് എന്ന് പറയുന്ന സംഖ്യ വരില്ല. 2 എന്ന് പറയുന്നത് 2 പോയിന്റ് വരില്ല. പോയിന്റ് എന്ന് പറയുന്ന സംഭവമില്ല. 1 കഴിഞ്ഞാൽ 2 2 3 അങ്ങനെ ഇന്റിജർ പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, ഡെസിമൽ പാർട്ട് ഉണ്ടാവില്ല. കാരണം ആദ്യമായിട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. എത്ര ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്തു? പോയ ബോഡിക്ക് പോസിറ്റീവ്, വന്നു ചേർന്നുള്ള ബോഡി ഇലക്ട്രോൺസ് വന്നു ചേർന്നുള്ള ബോഡിക്ക് നെഗറ്റീവ് ചാർജ്. ഓക്കെ, അപ്പൊ ഇതാണ് ക്വാണ്ടിസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. അപ്പൊ അത് ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അപ്പൊ മനസ്സിലായല്ലോ? ശരി, അടുത്തത് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. അപ്പോ ഇവിടെ നമ്മൾ ഈ ഗ്ലാസ് റോഡ് അതുപോലെ സിൽക്ക് ഇത് രണ്ടും കൂടി ചേർന്നുള്ള ഒറ്റ സിസ്റ്റം ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഇത് റബ്ബ് ചെയ്ത് ഉരസുന്നതിന് മുൻപേ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, 1000 ഇലക്ട്രോൺ ഇതിനുണ്ടായിരുന്നു, 1000 പ്രോട്ടോൺസ് ഇതിനകത്തുണ്ട്. അപ്പൊ ടോട്ടൽ ചാർജ് എത്രയാണ്? ടോട്ടൽ ചാർജ് 0 ആയിരുന്നു. അതേസമയം ഇതിനകത്ത് 600 ഇലക്ട്രോൺസ്, 600 പ്രോട്ടോൺസ്. അപ്പോൾ ഇതിന്റെ ടോട്ടൽ ചാർജ് 0 ആയിരുന്നു. പക്ഷെ ഈ സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള ചാർജ്, മൊത്തത്തിൽ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ട്, മൊത്തത്തിൽ എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ട്? ഈ സിസ്റ്റത്തിൽ ആകെ പോസിറ്റീവ് ചാർജസ് എത്രയുണ്ട്, ആകെ നെഗറ്റീവ് ചാർജസ് എത്രയുണ്ട്? എത്ര പോസിറ്റീവ് ചാർജ്? 1600 പോസിറ്റീവ് ചാർജ് ഉണ്ട്. എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ട്? അതും 1600 നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇനി ഉരസിയതിന് ശേഷം എന്താ സംഭവിച്ചത്? ഉരസിയതിന് ശേഷം ഞാൻ ഇതിൽ തന്നെ മാറ്റം വരുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഉരസിയതിന് ശേഷം ഈ 1000 നമ്മൾ പറഞ്ഞല്ലോ, ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ഇതിലേക്ക് 50 ഇലക്ട്രോൺസ് പോയപ്പോ 1000 എന്നുള്ളത് മാറി എത്രയായി? 950. 50 ഇലക്ട്രോൺ നിന്ന് പോയി. അതിലെ അതേസമയം ഇതിനകത്തേക്ക് 50 ഇലക്ട്രോൺസ് വന്നത് കാരണം ഇത് 50 ഇലക്ട്രോൺ കൂടിയത് കൊണ്ട് 650 ആയി. ഇപ്പൊ 0 അല്ല ചാർജ്. ഗ്ലാസ് റോഡിന്റെ ചാർജ് ഇപ്പോ +50E സിൽക്ക് ക്ലോത്തിന്റെ ചാർജ് -50E ഉള്ളത്. പക്ഷെ ടോട്ടൽ പോസിറ്റീവ് ചാർജ് മാറിയിട്ടുണ്ടോ നോക്കുക. പോസിറ്റീവ് ചാർജ് എത്രയുണ്ട്? 1000, ഇവിടെ 600. മാറ്റമൊന്നും വന്നിട്ടില്ല. ഇലക്ട്രോൺസിന്റെ ചാർജ് 950 ആയിട്ട് കുറഞ്ഞു, 50 കുറഞ്ഞു, പക്ഷെ 50 കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനും മാറ്റം വന്നില്ല. അപ്പൊ ടോട്ടൽ ചാർജ്, ഇതിന്റെ മൊത്തത്തിലുള്ള ചാർജ് ഒരിക്കലും എന്ത് വരുന്നില്ല? മാറ്റം വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇവിടെ ഒരിക്കലും ഈ സിസ്റ്റത്തിൽ ഒരിക്കലും പുതിയതായിട്ട് ചാർജുകൾ ഉണ്ടാവുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. പക്ഷെ ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു അല്ലേ? ടോട്ടൽ പോസിറ്റീവ് ചാർജിന് മാറ്റമില്ല, ടോട്ടൽ നെഗറ്റീവ് ചാർജിന് മാറ്റമില്ല. ഇതിന്റെ എല്ലാം കൂടി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ചാർജ് വരിക?
മൊത്തത്തിൽ ചാർജ് ഇവിടെ 0 ആണ്. ഇതിൻ്റെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് കിട്ടുക. കാരണം ഇത് പ്ലസ് ആണ് മൈനസ്. അപ്പോൾ ഇത് ട്രാൻസ്ഫർ നടക്കുന്നപ്പോഴും ടോട്ടൽ ചാർജിന് മാറ്റമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. അപ്പോൾ അത് പറയുന്നു, ചാർജസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ ബോഡി. ചാർജസ് ഒരിക്കലും നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പറയുന്നതിന് പകരം മറ്റൊരു രീതിയിലും ഇതേ കൺസർവേഷൻ പറയാം. എങ്ങനെ? The total charge of an isolated system. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്. ഈ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഒരിക്കലും മാറില്ല. സോ ദ ടോട്ടൽ ചാർജ് ഓഫ് an isolated system remains a constant. ഓക്കെ, ഇത് പഠിക്കാൻ എളുപ്പമാണ്. എല്ലാം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പഠിച്ചതുപോലെ തന്നെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. ചാർജസ് പുതിയതായിട്ട് നിർമ്മിക്കാൻ സാധ്യമല്ല, നശിപ്പിക്കാൻ സാധ്യമല്ല, പക്ഷെ ഒരു ബോഡിയിൽ നിന്നും മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് പറയണമെന്നില്ല, എന്നാൽ അതിനകത്ത് ആഡ് ചെയ്യാം നമുക്ക്. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നതിന് എന്തില്ല? ഡയറക്ഷൻ ഇല്ല, മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ചാർജ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പോൾ കൂട്ടത്തിൽ ഓർത്തു വെക്കുക, ഇലക്ട്രിക് ചാർജസ് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇലക്ട്രിക് ചാർജസിന് വ്യക്തമായ ഡയമെൻഷൻ ഉണ്ട്, യൂണിറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ഡയറക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്കേലാർ ക്വാണ്ടിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. എന്താണ് ചാർജസിന്റെ യൂണിറ്റ്? യൂണിറ്റ് ഓഫ് ചാർജ്, യു എന്ന് പറഞ്ഞാൽ ചാർജ് കേട്ടോ, ഈസ് കൊളൂം. സയന്റിസ്റ്റിന്റെ നെയിം വെച്ചിട്ടുള്ളതാണ്. ക്യാപിറ്റൽ ലെറ്റർ സി ആണ് കൊളൂം എന്ന് പറയുന്ന യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ചാർജസിന്റെ ഡയമെൻഷനാണ്. Dimension of charge is IT. I for current. കറണ്ടിന് പകരം നമുക്ക് എ എന്ന് കൊടുക്കാറുണ്ട്, AT. ഒന്നുകിൽ IT അല്ലെങ്കിൽ AT. അതായത് I for current, T for time. Current into time. അതാണ് ഡയമെൻഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇനി ലാസ്റ്റ് അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ആഡിറ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജസ്. ആഡിറ്റിവിറ്റി എന്താണ്? ആഡിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആഡിറ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജസ് പറയുന്നത് പ്ലസ് ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജിനോടൊപ്പം മറ്റൊരു പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് നമ്മൾ ആഡ് ചെയ്യുന്നു. സോ ഇത് രണ്ടും ആഡ് ചെയ്യുന്നു. എന്തായിരിക്കും ആൻസർ കിട്ടുക? സോ ദ ആൻസർ വിൽ ബി പ്ലസ് 2q. അതേസമയം മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജിനോടൊപ്പം മൈനസ് ക്യൂ എന്ന് പറയുന്ന മറ്റൊരു ചാർജാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? മൈനസ് 2q. എന്നാൽ പ്ലസ് ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജിനോടൊപ്പം മൈനസ് ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് ആഡ് ചെയ്യുന്നു. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0 ആയിരിക്കും. അതിന്റെ അർത്ഥം ഇത്തരത്തിലുള്ള സം എന്ന് പറയുന്നത് ആൾജിബ്രിക് സം. അപ്പൊ ആഡിറ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജസ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഇലക്ട്രിക് ചാർജസ് കൂടിച്ചേരുമ്പോൾ അവയുടെ ടോട്ടൽ ചാർജ് കാണാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ എന്ത് സമയം കാണാൻ പാടുള്ളൂ? ആൾജിബ്രിക് സം മാത്രമേ കാണാൻ പാടുള്ളൂ. അപ്പോൾ ടോട്ടൽ ചാർജ് എപ്പോഴും ഓരോ ചാർജസിന്റെയും ആൾജിബ്രിക് സമ്മിനോട് തുല്യമായിരിക്കും. അതായത് ഒന്നോ അതിലധികമോ ചാർജുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ അവയുടെ എല്ലാം ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്
ഇൻഡിവിജ്വൽ ചാർജസിൻ്റെ എല്ലാം ആൾജിബ്രൈക് സമ്മിനോട് തുല്യമായിരിക്കും. ഇനി ഞാൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയാം. ഇഫ് 2 or more charges are brought together, then their sum or total charge will be the algebraic sum of individual charges. Okay? നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് നമ്പർ ചെയ്യാം. ഇലക്ട്രിക് ചാർജസിൻ്റെ നമ്പറിങ് കൊടുക്കാം. അപ്പം ഞാനിവിടെ പ്രോപ്പർട്ടി ആയിട്ട് ഒരു 5 പ്രോപ്പർട്ടി പറഞ്ഞിരിക്കുന്നു. 5 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് നമുക്ക് പറയാം. ഫസ്റ്റ് പ്രോപ്പർട്ടി 1, ഇലക്ട്രിക് ചാർജസ് ആർ ഓഫ് 2 types, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഓക്കെ, പിന്നെന്താ, ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ വൈൽ അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. തേർഡ് വൺ, ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. എന്താ അതിനർത്ഥം? The charge of any body can be represented as an integral multiple of a basic unit charge. In the equation of Q equal to plus or minus NE. Then this one, conservation of electric charges. That means charges can neither be created nor be destroyed, but can be transferred from one body to another body. Or total charge of an isolated system remains a constant. Then electric charge is a scalar quantity. കൂട്ടത്തിൽ യൂണിറ്റും ഡയമെൻഷനും കൂടി ഓർത്തിരിക്കും. Then last one, additivity of electric charges. So when 2 or more charges are brought together, their total charge will be the algebraic sum of individual charges. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് കമൻസിലൂടെ നിങ്ങൾക്ക് പറയാം. ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. അടുത്ത വീഡിയോസ് നമുക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഈ ടോപ്പിക്കിൻ്റെ നോട്ട്സ് താഴെ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.